നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു. ഒരു മണിക്കൂർ സമയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 13ാമത്തെ ടോപ്പിക്കാണ്. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തത് യഥാർത്ഥത്തിൽ ഒരുമിച്ചുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ 3 തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെന്നും അത് കൃത്യമായി പാലിച്ചാൽ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമാവുമെന്നാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ നമ്മുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഒത്തിരി ജോലികളുണ്ട്. വീട്ടു ജോലികൾ എന്ന് പറയുന്നത് കുക്കിങ്, ക്ലീനിങ്, മക്കളുടെ കാര്യം നോക്കുന്നത്, അതുപോലെ തന്നെ ഷോപ്പിംഗ്, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്താൽ, ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ചെയ്താൽ അത് ഗുണകരമാണോ, അതോ അത് എപ്രകാരമാണ് വിവാഹ ബന്ധത്തെ ബാധിക്കുന്നത്, സ്വാധീനിക്കുന്നത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയം. നിങ്ങളിൽ പലരും വീട്ടിൽ ഇപ്പൊ ഈ ഒരുമിച്ച് ഇതിനകത്ത് വരുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം വീട്ടിലൊക്കെ ഒരുമിച്ച് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും അതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള വശം നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഫലപ്രദമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്ത് തുടങ്ങാമെന്ന് കരുതുന്നു. ഈ തവണ നമ്മുടെ കൂടെ 4 പുതിയ ദമ്പതികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാജി, അഞ്ജു ഉണ്ടോ? ഷാജി, അഞ്ജു ഒന്ന് കൈ പൊക്കാവോ? യെസ്, ഗുഡ്. ഡോൺ ആൻഡ് നിഷ, ഗുഡ്. ജിനോയ് ആൻഡ് ഷിൻസി, വെരി ഗുഡ്. ആൻഡ് ലോജി ആൻഡ് മിനി, ഓക്കെ, ഫൈൻ, ഗുഡ്. നമ്മൾ നല്ലൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു. നമുക്ക് ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ആദ്യമേ തന്നെ നിഷ ഡോണിനോട് തന്നെ ചോദിക്കാം. ഡോൺ ആൻഡ് നിഷ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ടോ? ഓക്കെ, വീട്ടില് ഞങ്ങള് ജോലികൾ ഒരുമിച്ച് ചെയ്യാറുണ്ട്. ഒരു ജോലിയുടെ ഉദാഹരണം പറഞ്ഞു, ഒരുമിച്ച് ചെയ്യുന്ന ഒരു ജോലി. ഷാജി ആൻഡ് അഞ്ജു കല്യാണം കഴിഞ്ഞിട്ട് 24 വർഷമായില്ലേ, അല്ലേ? ഈ 24 വർഷത്തിനിടയിൽ ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? വീട്ടു ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നില്ലേ? ഞങ്ങൾ ഒന്നിച്ചാണ് ജോലികളൊക്കെ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കേൾക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു ഒരുമിച്ച് ചെയ്യുന്ന ഒരു ജോലിക്ക്. രാവിലെ ഞങ്ങള് പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാല് ഉടനെ തന്നെ പാചകം ഒന്നിച്ച് ചെയ്യാൻ നോക്കും. ഒരുമിച്ചാണ് ചെയ്യുന്നത് അല്ലേ? പാചകം ഒരുമിച്ച് ചെയ്യും. ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ലീഡർഷിപ്പ്? ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാല് മതി. ആരാണ് ലീഡർഷിപ്പ് എടുക്കുന്നത്? കുക്ക് ചെയ്യാനായിട്ട് ആരാ ലീഡർഷിപ്പ്? രണ്ടുപേരും ഒപ്പം തന്നെയാണ്. രണ്ടുപേരും ഒപ്പം ലീഡർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ചട്ടി കിടന്ന് 2 പേർക്കും കൂടി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? ഇപ്പൊ കറിക്ക് ഇപ്പൊ അരിയില് 5 അരിയാണെന്നുണ്ടെങ്കിൽ പാചകം ഞാൻ ചെയ്യും. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ 5 കറിക്ക് അരിഞ്ഞു തരുന്നു, ഭർത്താവ് അത് ഈ പാത്രത്തിൽ നിക്ഷേപിച്ച് ചൂടാക്കുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ 2 പേരും കൂടി സഹകരിച്ച് ചെയ്യാം, അല്ലെ? ഇതുപോലെ നമ്മുടെ വീടുകളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ സഹകരിച്ച് ചെയ്യുന്ന ദമ്പതികളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലക്കുന്ന കാര്യമാണെങ്കിലും ശരി, വീട്ടിൽ ഗസ്റ്റ് വന്നാൽ ഗസ്റ്റിനെ കെയർ ചെയ്യുന്ന കാര്യമാണെങ്കിലും, മക്കളെ കെയർ ചെയ്യുന്ന കാര്യമാണെങ്കിലും, പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളും, ഇതൊക്കെ 2 പേരും കൂടിയും സഹകരിച്ച് ചെയ്യുന്ന, ഷെയർ ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ഇതല്ലാതെ വേറൊരു രീതിയുണ്ട്. അതായത് ഭർത്താവ് ജോലിക്ക് പുറത്ത് പോകുന്നു, ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുഖമൊക്കെ കഴുകിയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് കൂട്ടുമുറിയിൽ വന്നിരിക്കും, തഴമ വന്നിരിക്കും. അപ്പൊ ഭാര്യ ഒരു ഗ്ലാസ് ചായ ആയിട്ട് വരുന്നു, പലഹാരം എന്തെങ്കിലും കൊടുക്കുന്നു. അത് കഴിച്ചിട്ട് അയാൾ പോയി ഡ്രസ്സ് മാറുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക, കടയിൽ പോവുകയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് പോയി വർത്താനം പറയുകയോ എന്നിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ അയാൾ പോയിരുന്ന് TV കാണുന്നു. ഭാര്യ അടുക്കളയിൽ ജോലി തനിയെ ചെയ്യുന്നു. ഇങ്ങനെയും ഒരു മോഡൽ ഉണ്ടല്ലോ, അല്ലെ? പൊതുവെ ഇപ്പൊ ഭർത്താക്കന്മാരാണ് ജോലിക്ക് പുറത്തു പോകുന്നതെങ്കിൽ ഭാര്യമാരായിരിക്കും അടുക്കള കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ ഭാര്യമാരും പുറത്ത് ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ 2 പേരോട് ഒരുമിച്ച് ചെയ്യാൻ നിർബന്ധിതരാണെങ്കിലും ചില വീടുകളിൽ ചിലപ്പോൾ ആരെങ്കിലും ഒരാളായിരിക്കും ഇത് ചെയ്യാനായിട്ട് വിധിക്കപ്പെടുന്നത്. ചിലപ്പോൾ കുട്ടികളുടെ കാര്യം നോക്കണം, ചിലപ്പോൾ ഭാര്യ തനിച്ചായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ ഭർത്താവ് തനിച്ചായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ അലക്ക് ഈ വക കാര്യങ്ങളൊക്കെ. ഇപ്പോ ഭർത്താവ് ജോലിക്ക് പുറത്തു പോകുന്നു, അല്ലെങ്കിൽ ഭാര്യ ജോലിക്ക് പുറത്തു പോകുന്നു. അപ്പോൾ പുറത്തു പോകുന്ന ആൾ ആ പുറത്തു പോകുന്ന ജോലി മാത്രം ചെയ്യുന്നു. കാരണം അയാൾ രാവിലെ 8 മണി തുടങ്ങി വൈകിട്ട് 5 മണി വരെയൊക്കെ ജോലി ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ജോലി അദ്ദേഹം ചെയ്യുന്നു. വീട്ടിൽ വന്നാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം കാര്യങ്ങൾ TV കാണുന്നു, അല്ലെങ്കിൽ പത്രം വായിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ കളിപ്പിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. വീട്ടിലെ ജോലികൾ ചെയ്യുന്നില്ല. 2 മോഡൽ നമ്മുടെ മുമ്പിലുണ്ട്.
ഒരെണ്ണം വീട്ടു ജോലികളിൽ സഹായിക്കുന്ന ഒരു രീതി പരസ്പരം ഷെയർ ചെയ്ത്. ഇപ്പൊ ഭാര്യ കുക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഭർത്താവ് പാത്രം കഴുകി വെക്കും, അല്ലേ? അതെ അല്ലെങ്കിൽ ഭാര്യ കുക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഭർത്താവ് തേങ്ങ അരിഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ പച്ചക്കറി അരിഞ്ഞു കൊടുക്കും. ചിലപ്പോൾ കുക്ക് ചെയ്യും, ഭാര്യയെ സഹായിച്ചു കൊടുക്കും. അങ്ങനെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ക്ലീനിങ് രണ്ടുപേരും ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരുമിച്ച് ചെയ്യുന്നത് വഴി ഈ ഷാജി, അഞ്ജു, നിങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നത് വഴി എന്താണ് ഒരു ഗുണം? ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതിലൂടെ പല പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരായിരിക്കും നമ്മൾ രണ്ടുപേരും. അപ്പോൾ ടേസ്റ്റ് വൈസ് നോക്കുമ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഒന്നിച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് പരസ്പരം സംസാരിച്ച്, ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ ചേട്ടനോട് ചോദിക്കും, ചേട്ടാ അത് എങ്ങനെയുണ്ട്, ഉപ്പ് കൂടുതലാണോ, എരിവ് എങ്ങനെയുണ്ട്, ഈ ടേസ്റ്റ് ഇച്ചിരി മാറ്റി ചെയ്താലോ. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങനെ ചോദിച്ച് ചെയ്യും. അതുകൊണ്ട് പരമാവധി ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങളുടേതായ ഒരു ലോകം ഞങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമാണല്ലോ. അതായത് ഒരുമിച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രുചിയുള്ളത് ചെയ്യാൻ പറ്റും, അല്ലേ? ഒരാൾ മാത്രം ചിലപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാളുടെ രുചിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാൾ മറ്റൊരാളുടെ രുചിക്ക് വേണ്ടി ചെയ്യും. രണ്ടുപേരോട് ചെയ്യുമ്പോൾ രണ്ടുപേരുടെ രുചി പരിഗണിക്കാവുന്ന വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ വീടുകളിൽ ഒരുമിച്ചുള്ള കുക്കിങ്ങിന് വലിയ ഒരു ഗുണമുണ്ട്, വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അവരുടെ ബന്ധത്തെ വളർത്തുന്നതിൽ. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ ഇവർ ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യും. രണ്ടുപേരും കൂടി പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുമ്പോൾ സംസാരിക്കണമല്ലോ. ഇപ്പൊ ഈ രുചിയുടെ കാര്യം സംസാരിക്കണം. മാത്രമല്ല ഇപ്പൊ വീട്ടിലെ ക്ലീനിങ് ആണെങ്കിൽ ശരി, ആ ക്ലീനിങ്ങിനെ സംബന്ധിച്ച് ഒരു ഐഡിയ ഉണ്ടാവണമല്ലോ. എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് ഭാഗം ചെയ്യണം, ഇതൊക്കെ നമ്മൾ സംസാരിക്കണമല്ലോ. അപ്പോൾ ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും തമ്മിൽ ആശയവിനിമയം വളരെ ഇഫക്റ്റീവായിട്ട് നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുമിച്ചുള്ള സഹകരിച്ചുള്ള വീട്ടിലെ ജോലികൾ ചെയ്യുന്നത്, അല്ലേ? ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലേ ഷാജി? ഒരുപാട് അഭിപ്രായ വ്യത്യാസം. അപ്പൊ അഭിപ്രായം രണ്ടാളും കൂടി അത് കൂടി ചില ഭാര്യമാര് ഭർത്താക്കന്മാരോട് കയറി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കൂടുതലേ, അല്ലേ? ചില ഭർത്താക്കന്മാർ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അതെടുക്ക്, ഇതെടുക്ക്, അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങും. അപ്പൊ ഭാര്യമാര് പറയും, താനൊന്ന് പുറത്തു പോവോ, ഞാൻ ചെയ്തോളാം. പക്ഷെ ഒരുമിച്ച് ചെയ്യണ സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം സംസാരിച്ച് അതിന് സെറ്റിൽ ചെയ്തിട്ടില്ലേ? പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തിട്ടില്ലേ? രീതിയിലെ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മില്. അപ്പൊ അത് ഇന്നതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചേട്ടൻ അത് മനസ്സിലാക്കി അത് പരിഹരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പാചകം ചെയ്യുന്നതിന് ഒരേ വേഗതയാണോ? അല്ല, ചേട്ടന് വേഗത കുറവാണ്, ഭാര്യക്ക് വേഗത കൂടുതലാണ്. അപ്പൊ ഭാര്യ പ്രതീക്ഷിക്കുന്ന പോലെ ചേട്ടൻ ചെയ്യാതെ വരുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത വരുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തുറന്ന ഒരു ആശയവിനിമയത്തിലൂടെ അതിനെ സെറ്റിൽ ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിവാഹ ബന്ധത്തിന് വളരെ ഗുണകരമായ കാര്യമാണ്. നമ്മൾ വീട്ടിൽ പുറത്തൊന്നും പോകേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണ്. ജോലികൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കാം. കുട്ടികളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ സംഭാഷണം, ഒത്തിരിയേറെ ചർച്ച ചെയ്യേണ്ടി വരും, ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് നമ്മൾ വീട്ടുജോലികൾ ചെയ്യുകയാണെങ്കിലുള്ള ഒരു ഗുണമാണ് ആശയവിനിമയം നല്ല ഇഫക്റ്റീവും ഫലപ്രദമാണ്. ഓക്കെ, വളരെ താങ്ക് യു കേട്ടോ ഷാജി. അതുപോലെ തന്നെ അഞ്ചും കൂടി അത് വളരെ മനോഹരമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ നിഷാന്റെ ഡോൺ ഓൾറെഡി മൈക്കൊക്കെ ശരിയായിട്ട് ഇരിക്കാന്ന് തോന്നുന്നു. വെരി ഗുഡ്. നല്ല മൈക്കൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാം. വെരി ഗുഡ്, ഇതൊക്കെ അറിയാവുന്നതാണ്. അതെ ഡോണെ, വീട്ടിൽ ഒരുമിച്ച് അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടോ? ഒരുമിച്ച് വീട്ടു ജോലികൾ എന്തെങ്കിലും അങ്ങോട്ട് സഹകരിച്ച് ചെയ്യുന്നുണ്ടോ? സഹായിക്കുന്നു? ഭൂരിഭാഗം ജോലികൾ ഒരുമിച്ചാണ് ചെയ്യാറ്. കാരണം എനിക്ക് ഡ്യൂട്ടി ടൈം ഈവനിങ് ആണ്, ഈവനിങ് നൈറ്റ് ഈ ടൈമിലാണ് എന്റെ ഡ്യൂട്ടി ടൈം. അപ്പൊ പകലിൽ ഞാൻ എപ്പോഴും വീട്ടിലുണ്ട്. അപ്പൊ വീട്ടിലെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ ഉണ്ടാവും. കൂടുതലും ക്ലീനിങ് കാര്യങ്ങള്, അല്ലെങ്കിൽ ഗാർഡനിങ്, അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലും പറമ്പിലുള്ള എന്തെങ്കിലും പണികള്, അങ്ങനത്തെയൊക്കെയാണ് കൂടാറുള്ളത് കൂടുതലും. അത് ശരി. അപ്പൊ അങ്ങനെ ക്ലീനിങ് ഒക്കെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യും?
ചെയ്യും. അതെ. അങ്ങനെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു പോലെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു പറഞ്ഞു. വേറെ ഉണ്ട്. എന്തെങ്കിലും ഗുണമുണ്ടോ നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഒരു നമ്മളിങ്ങനെ ഒരുമിച്ച് പ്ലാനിങ് ചെയ്യും. ആ ഒരു പ്ലാനിങ് ഉണ്ടാവണം. കാരണം എല്ലാ ദിവസവും ഹസ്ബൻഡിനാണെങ്കിൽ കുറെ വർക്കുകൾ ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. ഒരു സൗണ്ടിന്റെ ഒരു ആ വർക്ക് ഉണ്ട്. പിന്നെ പള്ളിയിലും ആള് അത്യാവശ്യം ആക്റ്റീവാണ്. ഓക്കെ. അപ്പോ അങ്ങനെ ഇപ്പോ പ്ലാനിങ് വേണം. കാരണം തലേദിവസം നമ്മൾ ആ പ്ലാൻ ചെയ്ത് വെക്കണം. ഇന്ന കാര്യങ്ങള് നമ്മൾ നാളെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് വേണം. ചില ദിവസങ്ങൾ അത് പറ്റാതെ വരുമ്പോൾ എനിക്ക് അതെ ദേഷ്യമൊക്കെ അതെ വരാറുണ്ട്. കാരണം തലേദിവസം പ്ലാൻ ചെയ്തെല്ലാം സെറ്റാക്കി അതെ അതെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ചില സമയത്ത് അത് ആളുടെ പ്രശ്നം കൊണ്ടായിരിക്കില്ല എങ്കിലും, പക്ഷെ നമ്മളുടെ അപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പോ ഞാൻ എല്ലാനും പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതൊരു ഇല്ലാതാവുമ്പോ ഞാൻ തന്നെ ചിലപ്പോ അത് ചെയ്യേണ്ടി വരുമ്പോ എനിക്ക് ചില വിഷമങ്ങളൊക്കെ ഉവ്വ വരാറുണ്ട്. ഉവ്വ. പക്ഷെ എങ്കിലും ഒരു പക്ഷെ പ്ലാനിങ് വേണം, അതിനെക്കുറിച്ച് സംസാരിക്കണം, ക്ലാരിറ്റി വേണം. അത് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് പിന്നീട് ചർച്ച വരുമ്പോൾ ഈ പോയിന്റ് നമുക്ക് എടുക്കാം. ഓക്കെ പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരുമിച്ച് ഇങ്ങനെ സഹായിച്ചിട്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടിയിട്ടില്ലേ? ഉണ്ട് അത് ഉണ്ട് കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആണ്. ആ ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നതോടുകൂടി നമ്മൾക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ അതിനകത്ത് ക്ലീൻ ചെയ്ത് പങ്കുവെക്കാനുണ്ടെങ്കിൽ ആ ആ ആ ആ അതിന്റെ ഒരു ഷെയറിങ് അവിടെ നടക്കും അതിന്റെ കൂട്ടത്തില്. ഓക്കെ ഓക്കെ. അതിൻ്റെ ഒരു ഷെയറിങ് നടക്കും. അപ്പോൾ അവിടെ ഒരു ആ ഒരു ടൈമും കൂടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ നമ്മളൊരു വർക്കിലാണെങ്കിൽ കൂടിയും ആ നമ്മൾ അതെ അതെ തമ്മിലുള്ള അതെ. ഒരു സംസാരം ആ അവിടെ നടക്കാനായിട്ട്. ഈ സംസാരം മാത്രമല്ല, ഞാൻ അതിന് കുറച്ചും കൂടി ഒന്ന് വ്യത്യസ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങളൊരു ടീമാണെന്നുള്ളൊരു തീർച്ചയായിട്ടും ഉണ്ട്. തോന്നൽ വരുമോ? ഉണ്ട് ഉണ്ട് അല്ലേ? അതായത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ക്ലീനിങ് നടത്തുന്ന ഒരു വീട്ടു ജോലികൾ ചെയ്യുമ്പോൾ യു ഫീൽ ദാറ്റ് യു ആർ വൺ. യെസ്. നിങ്ങളൊരു ടീമാണ് അല്ലേ? അതെ ഒരു അതെ ടീം വർക്ക് അല്ലേ? അതെ അത് ഫീൽ ചെയ്യില്ലേ? അപ്പൊ തീർച്ചയായിട്ടും. അങ്ങനെ ടീം വർക്ക് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ആഴപ്പെടൂലേ? ഉണ്ട് ഉണ്ട്. അപ്പൊ ശരിക്കും ഭാര്യയും ഭർത്താവും കൂടി മഴക്കിട്ട് രണ്ട് ധ്രുവത്തിൽ നിൽക്കേണ്ട ആൾക്കാരല്ലെന്നും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണെന്നുള്ള ഒരു നല്ലൊരു ഐഡന്റിറ്റി, നല്ലൊരു ഒരു ബോധം ഇങ്ങനെ ഒരുമിച്ച് സഹായിക്കുന്നതിലൂടെ വരുമല്ലോ. ഉണ്ട് അതെ, അത് വരും. ഒരു നല്ല ഗുണമാണ്. അപ്പൊ നമുക്ക് രണ്ട് ഗുണമായിട്ടോ. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും, പിന്നെ ഒരു ടീം സ്പിരിറ്റ് കൂടും. ടീം സ്പിരിറ്റ് ഒരുമിച്ച് അതെ. കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത്. ഓക്കെ. പിന്നെ എന്തായിരിക്കും വേറെ എന്തെങ്കിലും നമ്മുടെ കൂടെയുള്ള ആ, വേറെ ആർക്കാണ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്? ജിനോയ് ആൻഡ് ഷിൻസി, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അനുഭവം വെച്ചിട്ട്? എന്തായിരിക്കും? ജിനോയ് ആൻഡ് ഷിൻസി മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. ആ ആ, നിങ്ങൾ വീട്ടിൽ ഒരുമിച്ച് ചെയ്യുന്ന ജോലികൾ ഉണ്ടാവുമല്ലോ. ഇത് ഒരുമിച്ച് ചെയ്യുന്ന ജോലികൾ എന്ന് പറഞ്ഞാൽ നമ്മള് അടുക്കളയില് സഹായിക്കാനൊക്കെ നമുക്ക് ആദ്യത്തെ കാലങ്ങളിലൊക്കെ വളരെ വളരെ മടിയായിരുന്നു. ആ ആ ആദ്യ ആ കാലങ്ങൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ ആ വളരെ ആ മടിയായിരുന്നു. ഇപ്പൊ നമ്മള് ആ ഇത്തിരിയും കൂടി ഒരു ഇതായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ ഈ ഗ്രേസി പ്രിൻസിലൊക്കെ വന്നപ്പോഴാണ് ആഹാ ഓരോരുത്തരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് സ്നേഹചാരകരെ കേട്ടു, അല്ലെങ്കിൽ MCC കപ്പിൾസ് ഒക്കെ വന്ന് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കേട്ടപ്പോ നമുക്കൊരു ഇതുണ്ട്. ആ നല്ല അപ്പൊ കാര്യം. അതിനൊരു അപ്പൊ അപ്പൊ പിന്നെ നമ്മള് അതിനകത്ത് കൂടെ വന്ന് പടക്കയിൽ സഹായിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോ കൂടുതലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്യുന്ന ജോലികള് പെട്ടെന്ന് തീരുന്നുണ്ട്. ആ അപ്പൊ അതന്നെ. നമ്മള് ആ ആ ആദ്യം ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുത്ത് ചെയ്യണ ജോലി ചിലപ്പോ രണ്ടുപേരോട് ഒരുമിച്ച് കൂടാണെങ്കിൽ ഒരു 2 മണിക്കൂർ എടുക്കുന്ന ജോലി 1 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ തീരും. അപ്പൊ പിന്നെ ഓക്കെ നമുക്ക് ഓക്കെ. ആ ആ ഒരുമിച്ചുള്ള ഒരു ടൈം നമുക്ക് പിന്നെ കൂടുതലിട്ടുണ്ട്. ആ അപ്പൊ ശരി, വെരി ഗുഡ് വെരി ഗുഡ്. ആ വേണമെങ്കിൽ ആ സൺഡേ ഒക്കെ ആയാലും അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ആയാലും നമുക്ക് കുട്ടികളായിട്ടിരുന്ന് കളിക്കാനും. ഇപ്പൊ ഞങ്ങള് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ക്യാരംസ് കളിക്കും, ആ പിന്നെ ആ അങ്ങനെ ആ കുറച്ച് ഇതൊക്കെ പിള്ളേരായിട്ട് കളിക്കാനും, പിന്നെ നമുക്ക് TV ഓക്കെ കാണാനൊക്കെ ടൈം കിട്ടാറുണ്ട്. ഓക്കെ അതല്ല ഓക്കെ. ഇവള് ഒറ്റയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവളായിരിക്കും അടുക്കളയില്. ഞങ്ങളപ്പോ ഇവിടെ ഇരുന്ന് ചിലപ്പോൾ TV കാണും, ഞാൻ ചിലപ്പോൾ മൊബൈലിൽ നോക്കും. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ ഫുൾ ടൈം അടുക്കളയിലായിരുന്നു. ആ അത് കഴിഞ്ഞിപ്പോ ജിനോയി എന്നെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ശരിക്കും നല്ലോണം മാറ്റമുണ്ട് ആൾക്ക്. ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പോ ആ അപ്പൊ ആ എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. കാരണം നമ്മൾ ഫുൾ ടൈം അടുക്കളയിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്കുള്ള ഒരു വിഷമമുണ്ട്. ഇവര് TV കാണണം ആ അല്ലെങ്കിൽ ഫോൺ കാണണം, നമുക്ക് ടൈം കിട്ടില്ല. ആ അപ്പൊ ആ ആ അതിങ്ങനെ പക്ഷെ ഇപ്പൊ ആള് തോന്നുന്നു നമ്മള് അത് പെട്ടെന്ന് തീർത്താൽ നമുക്ക് ഒരുമിച്ച് ഇരുന്ന് TV കാണാന്നുള്ള ഒരു മൈൻഡിലേക്കൊക്കെ ആളായി. അപ്പൊ ആ നമുക്ക് കൂടി എനിക്ക് തോന്നുന്നു മുമ്പൊക്കെ ഉണ്ടായ ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. ആ നമ്മള് വെരി പരാതി ഗുഡ്. പറച്ചിലൊക്കെ ഒരുപാട് കുറഞ്ഞു.
നല്ല എന്താ പറയാ കുറച്ചും കൂടി അപ്പൊ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ക്വാളിറ്റി വന്നല്ലേ? ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ആ ഉണ്ട്. കൊള്ളാം. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് തന്നെ പ്രത്യേക അഭിനന്ദനങ്ങൾ കേട്ടാ. നല്ല കാര്യം അത്. നമ്മള് ഒരു വിവാഹ ജീവിതം വളർച്ച എന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യമാണല്ലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഈ ശരിക്കും മനഃശാസ്ത്രം പറഞ്ഞതനുസരിച്ച് ഈ പുരുഷന്മാർ വീട്ടുജോലികളിൽ സഹായിച്ചു കഴിഞ്ഞാല് ഈ പുരുഷന്മാരുടെ ദേഷ്യവും ആധിപത്യ സ്വഭാവം കുറയുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ശരിയാണോ? ഷിൻസി എന്ത് പറയുന്നു? ശരിയാണ്, തീർച്ചയായിട്ടും. അതായത് ആൾക്ക് ആ ദേഷ്യമൊക്കെ നല്ല മാറ്റം. നമുക്ക് ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. ഇത് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വളരെ അഗ്രസീവ് ആവും. ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ വരച്ച വരയിൽ നിർത്തുക, ഇങ്ങനത്തെ ചില സ്വഭാവങ്ങളൊക്കെ വരും. പക്ഷേ ഈ പുരുഷന്മാർ വീട്ടുജോലിയിൽ സഹായിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം തരളിതമാവും എന്നാണ് പറയുന്നത്. അവരൊരു നർച്ചറിങ് കപ്പാസിറ്റിയിലേക്ക് കൂടുമെന്ന്. നമുക്ക് കണ്ടിട്ടില്ലേ, ഒരു കുഞ്ഞ് കരഞ്ഞു കഴിയുമ്പോൾ ഒരു അമ്മ അതിനെ പരിപാലിക്കുന്നത് കണ്ടിട്ടില്ലേ, ഒരു കുറച്ച് സോഫ്റ്റ് ഒക്കെ ആയിട്ട്. അതുപോലെ പുരുഷന്മാർക്ക് വരുമെന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു ഇഫക്റ്റ് ആണ്. അപ്പൊ അതുവഴി എന്ത് സംഭവിക്കും? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ കോമ്പിനേഷൻ വർദ്ധിക്കും. അപ്പോഴാണ് നേരത്തെ ഷിൻസി പറഞ്ഞ കാര്യം, അതായത് സ്ട്രെസ് ലെവൽ കുറയും. ഇപ്പൊ നോക്കിയാൽ ഒരു പാർട്ണർ മാത്രമായിട്ടാണ് വീട്ടുജോലികൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം സമ്മർദ്ദം കൂടുതലായിരിക്കും അല്ലെ? സമ്മർദ്ദം കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടും. അപ്പൊ കോൺഫ്ലിക്റ്റിന്റെ പെരുമഴയായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് ലെവൽ കുറയും. ഒരുമിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നു. അത് കഴിഞ്ഞ് ഒരുമിച്ച് ഫ്രീ ടൈം കിട്ടുന്നു. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ചിരിക്കുന്നു, കളിക്കുന്നു, പിള്ളേരുടെ ഒപ്പം സമയം ചെലവഴിക്കുന്നു. വണ്ടർഫുൾ ലൈഫ് അല്ലേ? വെരി ഗുഡ്. അപ്പൊ അതുകൊണ്ട് വളരെ നല്ലൊരു കാര്യമാണ് സ്ട്രെസ് കുറയ്ക്കുക, ഫ്രീ ടൈം കൂട്ടുക. ഏത് ഒരുമിച്ച് ജോലി ചെയ്യുന്നത് വഴിയേ. കൊള്ളാം, വെരി ഗുഡ്. തമ്മിലുള്ള ആ തമ്മിലുള്ള ഒരു അടുപ്പം കൂടുതലുള്ള ഒരു ഫീൽ കിട്ടാറുണ്ട് നമുക്ക്. അതിപ്പോ നമ്മുടെ ആ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉള്ള അങ്ങനെ ഒരു ഇതായിരിക്കാം. എന്താ അതെ അതെ പറയാ, അതെ നമുക്ക് അതെ. ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ശരീരത്തിലൊക്കെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് അതിനൊക്കെ വളരെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഇതൊക്കെ ജിനോയി പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ, ഒരുമിച്ച് ഹോർമോൺ ചേഞ്ച് ഒക്കെ വരുമെന്നല്ലേ. അല്ല, അത് അതിപ്പോ വളരെ അച്ഛൻ നല്ല പറഞ്ഞത് അച്ഛന്റെ ക്ലാസ്സിൽ തന്നെ കേട്ടിട്ടുണ്ട്. നമ്മള് അന്ന് അത് തന്നെ ശരിയാ. ഈ ധ്യാനത്തിന് ഒരുമിച്ച് വന്നപ്പോഴായാലും. ഉവ്വ. ഒരുമിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തുണ്ടല്ല, നമ്മുടെ അതായത് സംഭവിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ഇന്റിമസി കൂടും, ഇമോഷണൽ ഇന്റിമസി കൂടും, വൈകാരികമായ ഐക്യം വളരെ നന്നായിട്ട് വർദ്ധിക്കും. ഒന്ന്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്ട്രെസ് ലെവൽ കുറയുമെന്ന് പറഞ്ഞില്ല. ഇനി വൈകാരികമായിട്ടുള്ള അടുപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഇഷ്ടം. ഇപ്പൊ ചില ഭർത്താക്കന്മാരെ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യകൾക്ക് ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ചിലപ്പോൾ ഇവിടെ ഒരു തോണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ചക്കരയെന്ന് വിളിക്കും, മുത്തേന്ന് വിളിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതുപോലുള്ള വൈകാരികമായ അടുപ്പം മനസ്സിലാകുന്നുണ്ടോ? ആ അടുപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ, വീട്ടിൽ ഒരുമിച്ച് ജോലി സഹായിച്ചു കഴിഞ്ഞാൽ കൂടുമെന്നാണ് പറയുന്നത്. അതിന് ഹോർമോൺ ചേഞ്ചസ് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. ഇത് വെറുതെ കൂടുന്നതല്ല കേട്ടോ. അതായത് നമ്മൾ ഒരുമിച്ച് പ്രത്യേകിച്ച് വീട്ടുജോലികൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിൽ ലവ് ഹോർമോൺ ഉണ്ടാവുന്ന പറയുന്നത്. ലവ് ഹോർമോണിന്റെ പേരാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോർമോൺ ഉണ്ടാവും. അത് നമ്മുടെ തലച്ചോറ് ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ കെമിക്കൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ ഇഷ്ടത്തിലേക്ക്, അങ്ങനെ ഒരു ഇഷ്ടം രൂപപ്പെടാനായിട്ട് സഹായിക്കും, നമ്മളെ ബോണ്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ നമ്മുടെ ബ്രെയിൻ തന്നെ ഈ ഇന്റിമസിക്കാണ്. അപ്പൊ ഇത് ഈ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ഈ ഓക്സിറ്റോസിൻ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ വീട്ടിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെ ഒക്കെ ഈ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൈകാര്യം ചെയ്യും. പക്ഷെ ഈ ഓക്സിറ്റോസിൻ ഇല്ല, അങ്ങനെ വൈകാരിക അടുപ്പം ഇല്ലെങ്കിലോ നമ്മൾ ഒറ്റ വെട്ട് രണ്ട് കഷ്ണം. ഒരു കാര്യം തന്നെ നമ്മൾ പറയുന്ന രീതി തന്നെ വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കുന്ന രീതിയിലല്ലല്ലോ ഇഷ്ടപ്പെടാത്ത ഒരാളോട് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഇതുപോലെ വീട്ടിൽ ജോലികൾ ചെയ്യുമ്പോൾ ഈ ഓക്സിറ്റോക്സിൻ പോലെയുള്ള ഹോർമോൺ, ഇത് ഒരു ഹോർമോൺ അല്ല കേട്ടോ, ശരിക്കും പ്രധാനപ്പെട്ട 3 ഹോർമോൺ കൂടുകയും 1 ഹോർമോൺ കുറയുകയും ചെയ്യുന്ന ശാസ്ത്രം പറയുന്നത്. 3 ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഈ ഓക്സിറ്റോസിൻ, അത് ലവ് ഹോർമോൺ ആണ്. രണ്ടാമത്തെ ഹോർമോൺ ആണ് ഡോപ്പാമിൻ. ഡോപ്പാമിൻ എന്ന് പറയുന്ന കെമിക്കല് അത് നമ്മൾ കൂടിക്കഴിഞ്ഞാൽ ഈ റിവാർഡ് ഹോർമോൺ ആണെന്ന് പറയുന്നത്. റിവാർഡ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു തൃപ്തി തോന്നാറില്ലേ, അല്ലെ? ഒരു സന്തോഷം തോന്നില്ലേ? ആ ഹോർമോൺ കൂടും. അപ്പൊ അത് കൂടിക്കഴിയുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിനകത്ത് അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹോർമോണാണ് സെറോട്ടോണിൻ എന്ന് പറയും. സെറോട്ടോണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽബീയിങ്ങിന്റെ ഹോർമോണാണ്. നമുക്കൊരു പോസിറ്റീവ് ഫീൽ തരുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയുമ്പോൾ ഈ പോസിറ്റീവായിട്ട് നമുക്ക് ഒരു ഹൈക്ക് തരുന്ന
അല്ലെങ്കിൽ അപ്രകാരം നമ്മൾ ഉണർത്തുന്ന ഈ സെറോട്ടോണിൻ കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടും. അപ്പൊ ഈ 3 ഹോർമോണും കൂടി ചേർന്നില്ല, നിങ്ങൾ കർത്താവായി ദൈവം പറഞ്ഞതുപോലെ തന്നെ ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 ആണ്. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായിട്ട് സിംഗിൾ ഫ്ലഷ് ആയിട്ട് മാറും. അതാണ് ദൈവം ഈ ബ്രെയിനിൽ നമുക്ക് തന്നിരിക്കുന്ന സാധനം. കെമിക്കല്, രാസപദാർത്ഥങ്ങളാണ്. ഈ സാധനം ഒരുമിച്ച് ചേർന്ന് നമ്മൾ ഒന്നാക്കി മാറ്റും. ഇത് നോക്കി നിങ്ങൾ വീട്ടിൽ ഒരുമിച്ച് ജോലി ചെയ്ത് കിട്ടുന്ന ഗുണം കണ്ടോ. പിന്നെ ഇതിന്റെ കൂടെ വേറൊരു ഹോർമോൺ ഉണ്ട്, കുറയണ ഹോർമോൺ ഉണ്ട്. അതേതാണെന്ന് അറിയുമോ? കോർട്ടിസോൾ എന്ന് പറയും. അത് സ്ട്രെസ് ഹോർമോണാണ്. സ്ട്രെസ് നമുക്ക് ഈ എന്താ പറയുക, ഒരു സ്ട്രെസ് വന്നു കഴിയുമ്പോൾ നമ്മൾ കൂടുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യവും അസ്വസ്ഥതയൊക്കെ ആയിരിക്കും. അത് നമുക്ക് ഒരു അപകട സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സിഗ്നൽ തരുന്ന ഹോർമോണാണത്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഈ ജോലി ചെയ്യുമ്പോൾ, വീട്ടിൽ സഹായിക്കുമ്പോൾ ഈ കോർട്ടിസോൾ കുറയും. കാരണം സ്ട്രെസ് ലെവൽ കുറയാണല്ലോ. അത് മറ്റ് 3 പോസിറ്റീവ് ഹോർമോൺസ് കൂടി കഴിയുമ്പോൾ നല്ല ബോണ്ടിങ് വരും, ഇമോഷണൽ ഇന്റിമസി വർദ്ധിക്കും. വെരി ഗുഡ്. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീനോയിഷ്യൻസിക്ക് ഷെയർ ചെയ്യാനുണ്ടോ? വേറെ എന്തെങ്കിലും ഹോർമോൺ വരുമോ? വേറെ എന്തെങ്കിലും വേറെ നമുക്ക് നമ്മളായിട്ടുള്ള കപ്പിൾ ടൈം ആയാലും കൂടുതൽ കിട്ടുന്നുണ്ട്. ഫാമിലി എല്ലാവരുമായിട്ടുള്ള ടൈമും കൂടുതൽ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോ വെച്ച് കഴിഞ്ഞാൽ ജിനോയി ഇപ്പൊ നമ്മളോട് നല്ല സ്നേഹത്തിലും കാര്യങ്ങളൊക്കെ പെരുമാറണമെങ്കിൽ ഇപ്പൊ അവിടുത്തെ അപ്പച്ചനോട് അമ്മച്ചിയോടായാലും നമുക്ക് നമ്മളിപ്പോ ആള് സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്കിപ്പോ ഇത്തിരി കൂടുതൽ ജോലി ചെയ്താലും നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോ അവർക്ക് തോന്നാം, ഓ ഞാൻ തന്നെ ഇവിടെ എല്ലാ ജോലിയും ചെയ്യണോ, വേറെ ആരും ഒന്നും ചെയ്യണില്ലല്ലോ എന്നുള്ള നമുക്ക് പരിഭവങ്ങൾ കൂടുതലായിരിക്കും സ്ത്രീകൾക്ക്. അതൊക്കെ കുറയുമെന്ന് എനിക്ക് ഇതാണ് തോന്നുന്നുണ്ട്. മറ്റൊരു കാര്യം. അതെന്നാണെന്നറിയാവോ? ഒരുമിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ കൂടെ മറ്റൊരാൾ ജോലിയിൽ സഹായിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് അറിയാമോ? അയാൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു, അയാൾ എന്നെ വാല്യൂ ചെയ്യുന്നു എന്നൊരു ഫീല് വരും. തീർച്ചയായിട്ടും ശരിയല്ലേ? അയാൾ എന്നെ വിലമതിക്കുന്നു. ഇപ്പൊ ഞാനൊരു ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വന്നിട്ടൊന്ന് കറിക്ക് അരിഞ്ഞ് തരാണെങ്കിൽ അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യം എന്താണ്? അയാൾ എന്നെ വിലമതിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതൊരു നല്ലൊരു ഫീലാണ് ഈ റിലേഷൻഷിപ്പിനെ വളർത്തുന്നത്. അതായത് നമ്മൾ പരസ്പരം വിലമതിക്കുന്നു എന്ന് പ്രകടിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു കാര്യമാണ് വീട്ടു ജോലികളിൽ ഒരുമിച്ച് ഇങ്ങനെ സഹായിക്കുക. അപ്പൊ കൂടെയുള്ള ആള് എന്തുമാത്രം എഫർട്ട് ഇടുന്നു മനസ്സിലാവൂലേ? ആ മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അയാൾ വിലമതിക്കാൻ തോന്നും. അപ്പൊ അയാൾ സഹായിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും അയാൾ എന്നെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പൊ ബന്ധം വന്നു. ഇതിന്റെ ഒപ്പം തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടും, നന്ദി കൂടും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വീട്ടിൽ ഒരുമിച്ച് ജോലി ചെയ്തിട്ട് ഭക്ഷണം വിളമ്പി ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡാണോ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭർത്താവ് വന്നിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവണത്? എങ്ങനെയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി? നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാനിരിക്കുന്ന ആ മനസ്സും ഭാര്യ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭർത്താവ് വന്നിരുന്ന് കഴിക്കാം, കുറ്റം പറയാനുള്ള ടെൻഡൻസി എപ്പോഴായിരിക്കും കൂടുതൽ? ഒരുമിച്ച് ഉണ്ടാക്കുമ്പോഴാണോ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോഴാണോ? മനസ്സിലായോ? ഇച്ചിരി ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ ഭർത്താവ് തുടങ്ങും, നിനക്കൊരു കാര്യം നേരെ വേണം ചെയ്യാൻ പാടില്ല, എത്ര ഭർത്താവ് ഇത് പറയണം. ഒരുമിച്ച് ചെയ്യാണെങ്കിലോ അത് പറയില്ല. മറിച്ച് നമുക്കൊരു നന്ദിയുടെ ഹൃദയമാണ് ഉണ്ടാവണത്. വി ഫീൽ ഗ്രേറ്റ്ഫുൾ. കാരണം നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരാൾ എന്തുമാത്രം എഫർട്ട് ഇട്ടിട്ട് ഈ സാധനം മേശപ്പുറത്ത് വരുന്നത്. ഒരു വീട് വൃത്തിയായിട്ട് കിടക്കുന്നത് എന്തുമാത്രം അല്ലേ? ഇപ്പൊ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വീട് വൃത്തിയാക്കുമ്പോഴല്ലേ അതിന്റെ പെയിൻ എന്താണെന്ന് അറിയുന്നത്. അല്ലെങ്കിൽ ഭാര്യ ഒന്നും വൃത്തിയാക്കുകയും ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്ന് അവിടെ ഇരുന്ന് സോഫയിൽ ഇരിക്കുകയും ചെയ്യുമ്പോൾ ചെറിയൊരു അഴുക്ക് കണ്ടാൽ മതി, ഉടനെ ഭർത്താവ് ചൂടാവും. പക്ഷെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ട്. ഈ പറഞ്ഞ റെസ്പെക്ട് കൂടും, ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിക്കും, നന്ദിയുടെ മനസ്സ് കൂടും എന്നുള്ളതാണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ വേറെ ഒന്ന് എന്തായിരിക്കും, നമ്മുടെ ലോജി ആൻഡ് മിനി നമുക്കൊരു വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ അനുഭവം ഒന്ന് പറയാമോ? ലോജി ആൻഡ് മിനി ഒന്ന് മൈക്കാൻ മ്യൂട്ട് ചെയ്തോ? ഓക്കെ, പറഞ്ഞോ, എന്തായിരിക്കും? ഇപ്പോഴൊക്കെയാണ് കുറച്ച് ഒരുമിച്ചൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഇപ്പം ഒരുമിച്ച് ജോലി ചെയ്ത് പറയാം. നമ്മളിപ്പം നേരത്തെ ഞാൻ ഓർമ്മ ഈ വീട്ടു ജോലികളൊക്കെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. നമ്മൾ പുറത്തു പോയി ആണുങ്ങളിപ്പം പുറത്തു പോയി ജോലി ചെയ്യുമ്പോൾ അത് ഭയങ്കര കഷ്ടപ്പാട്. വനിതകളൊക്കെ വീട്ടിൽ നിന്ന് ചുമ്മാ ഇരിക്കുമായിരിക്കും. ഇപ്പം സഹായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത് ഇച്ചിരി കഷ്ടപ്പാടുള്ള പണിയാണ്. ഇവരും ബുദ്ധിമുട്ട്.
അതെ അതെ അതെ, ഇതിന്റെ കഷ്ടപ്പാടുള്ള പണിയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയല്ലേ. അതെ അതെ അതെ, ഒരാൾ എന്തുമാത്രം എഫർട്ട് അധ്വാനം നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരുമിച്ച് ജോലി ചെയ്യുന്നത്. ഓക്കെ, അതെ ദാറ്റ്സ് ഗുഡ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് ജോലി ചെയ്ത് വഴി കിട്ടാവുന്ന ഒരു ഗുണം എന്തായിരിക്കും നിങ്ങൾക്ക്? ഒരുമിച്ചൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി സ്നേഹം കൂടും. പിന്നെ സ്നേഹം കൂടും. ആ, പിന്നെ ഈ കുറച്ചുകൂടെ അങ്ങോട്ട് പറയാൻ പറ്റും. ഈവൻ മനഃശാസ്ത്രം പറയുന്ന അനുസരിച്ചുണ്ടല്ലോ, നമ്മുടെ ഫിസിക്കൽ ഇന്റിമസി വർദ്ധിക്കും എന്ന് പറയുന്നത്. ഉം. ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിന്റെ പേര് ഇതാണ്, സെക്സ് ബിഗിൻസ് ഇൻ ദ കിച്ചൺ എന്നാണ്. ഒരു ലൈംഗിക അടുപ്പം തുടങ്ങുന്നത് അടുക്കളയിലാണ്, അതല്ലാതെ ബെഡ്റൂമിലല്ല. ഫിസിക്കൽ ഇന്റിമസി കൂടും, കാരണം ടു പീപ്പിൾ ദേ ആർ ഷെയറിംഗ് ദെയർ എഫർട്ട് ടുഗദർ. അങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ബന്ധം ആഴപ്പെടും. ഫിസിക്കലായിട്ട് അവർക്ക് കുറച്ചുകൂടി കണക്ഷൻ ഫീൽ ചെയ്യും. അതെ അതെ അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അതൃപ്തി ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം. പിന്നെ ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചെന്നോ എനിക്ക് അറിയാൻ പാടില്ല. എന്തായിരിക്കും? വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാമോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇത് കൂടി? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ട്, 5-6 ലിസ്റ്റ് നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ നമ്മൾ ഒരുമിച്ച് വീട്ടിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ? ഏതാ? ഒരു ടീം സ്പിരിറ്റ് ഒക്കെ ഉണ്ടാകും. ആ, ടീം സ്പിരിറ്റ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു, ടീം വർക്ക് തോന്നും. പിന്നെ അതുകൂടാതെ വേറെ സാധനമുണ്ട്, എന്താണെന്നറിയാമോ? നിങ്ങളുടെ മക്കൾക്ക് എന്തായിരിക്കും ഫീല്? നല്ലൊരു മാതൃക. നല്ലൊരു മോഡലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം ശരിക്കും പറഞ്ഞാൽ കൂടും. മാത്രമല്ല, അവർ വളർന്നു വരുമ്പോൾ തന്നെ പരസ്പരം ബഹുമാനിക്കുന്നതിന്റെ ആ വാല്യൂ എന്താണെന്ന് തിരിച്ചറിയും. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഭർത്താവ് എപ്പോഴും പുറത്ത് ജോലി കഴിഞ്ഞ് വീട്ടിൽ തനിയെ ഇരിക്കുന്ന ആളും ഭാര്യ അടുക്കളയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാളാവുമ്പോൾ അവിടുത്തെ മക്കൾ കണ്ടു പഠിക്കുന്ന കാര്യം എന്താണ്? ഇതാണ് എന്റെ രീതി. അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ജോലി ചെയ്യുക. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ സഹായിക്കുന്നത് കാണുന്നുണ്ടല്ലോ, അവർക്ക് വിവാഹ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാനുള്ള എളുപ്പമുണ്ടാവും. മാത്രമല്ല, പരസ്പരം ബഹുമാനിക്കാനായിട്ട് എളുപ്പമുണ്ടാവും. നമ്മളോടുള്ള ബഹുമാനം കൂടും. മാത്രമല്ല, നമ്മുടെ കുടുംബം തന്നെ ഒരു സ്നേഹാന്തരീക്ഷം ഉണ്ടാവും. ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ ഒരു കാര്യം വ്യക്തമല്ലേ? ഇന്ന് തുടങ്ങി ഇനി ആരെയും ചെയ്യാത്തവരുണ്ടെങ്കിൽ വീട്ടു ജോലികൾ ഒരുമിച്ച് ചെയ്യണം. അല്ലാച്ചോ ഞാനിവിടെ ഒത്തിരി ജോലി ചെയ്തിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, അപ്പൊ അതുകൊണ്ട് എനിക്ക് വീട്ടു ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ഉണ്ടാവും. കുഴപ്പമില്ല, അതിന്റെ എമൗണ്ട് ഓഫ് ടൈം അതിന്റെ എഫർട്ട് ഡിഫറെന്റ് ആകാം. അപ്പൊ ചിലപ്പോൾ വളരെ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ വളരെയേറെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് വരുന്ന ഒരാൾക്ക്, സ്ട്രെസ്ഡ് ആയിട്ട് വരുന്ന ഒരാൾക്ക് വീട്ടിൽ ഒരു പക്ഷേ ഇരിക്കുന്ന ഒരാളെ പോലെ അത്രയും ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഒന്ന് വന്നിട്ട് അടുക്കളയിൽ ഒന്ന് ഇരിക്കുക തന്നെയും ചെയ്തു കഴിഞ്ഞാൽ, അല്ലേ, അവിടെ കുക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒന്നൊന്ന് ഇരുന്ന് ഇച്ചിരി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനകത്തോടുകൂടി ഈ പറഞ്ഞ കുറേ കാര്യങ്ങളും മാറും. ഒരു ചെറിയൊരു സഹായം ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കറിക്കുള്ള സാധനം വാങ്ങിച്ചുകൊണ്ടെന്ന് കൊടുക്കുന്നത് തന്നെ അതൊരു പോസിറ്റീവായ കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരുമിച്ച് വീട്ടിൽ ജോലികൾ ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ ഒത്തിരിയേറെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇനി നമുക്ക് പരിശോധിക്കേണ്ട കാര്യം, ഇത് മനുഷ്യൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ? ചില വീടുകളിൽ ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും ചെയ്യാത്തത്? നിങ്ങൾ എന്തെങ്കിലും റീസൺ കണ്ടിട്ടുണ്ടോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഫ്രാൻസിസ് റാണി ദമ്പതികൾ നമ്മുടെ ഉണ്ടല്ലോ, അവരുടെ ഒരു അനുഭവം എന്തായിരിക്കും? ഇതേ മനുഷ്യർ ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? എല്ലാ വീടുകളിലും ഒരുപോലെ ഷെയറിങ് നടക്കണമെന്നില്ല. ഇപ്പൊ നേരത്തെ നമ്മുടെ ജിനോയി പറഞ്ഞില്ലേ, അതായത് ഇപ്പൊ ഇതിനകത്തൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതിന് മുമ്പ് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ. പല കുടുംബങ്ങളിലും അങ്ങനെയുണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും ഫ്രണ്ട്സേട്ടാ? എനിക്ക് തോന്നുന്നത് ചിലപ്പോഴൊക്കെ നമ്മള് പ്രതീക്ഷിക്കാം, കാരണം ജോലി ചെയ്യാൻ ബില്ലിങ് ആയിരിക്കും, പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് പറയുമല്ലോ, അപ്പൊ നമ്മൾക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം എന്ന് വിചാരിക്കും. ഒന്നത്. രണ്ട്, നമ്മള് അടുക്കളയിലൊക്കെ ജോലിക്ക് ചെല്ലുമ്പോൾ ഒരു കോംപ്ലിമെന്ററി ആയിരിക്കണം. അടുക്കളയിൽ ജോലിയാണെങ്കിൽ നമ്മൾ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ആണുങ്ങൾ ചെയ്യുന്ന ജോലിയാണെങ്കിൽ അത് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നിലയിൽ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മൾ ഇത് കോംപ്ലിമെന്ററി ആയിട്ട് ചെയ്യുക. ഈ ചെയ്യാനായിട്ട് ആവശ്യമുണ്ടോ ഇല്ലയെന്നൊന്ന് ഇത് നമ്മളുടെ ആവശ്യം ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നവരും ഉണ്ടാവും. കുഴപ്പമില്ലായിരിക്കും, അപ്പൊ ഷീ വിൽ മാനേജ് സെൽഫ് എന്നുള്ള നിലയിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു ലെവൽ. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷന്റെ കുറവാണത്. അപ്പൊ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒന്ന് വരണേ ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ
മാറിയിരിക്കുന്നവരിൽ ഒരു പകുതി പേരെങ്കിലും ഈൽഡ് ചെയ്യാൻ തയ്യാറായിരിക്കും. അതെ അതെ അതെ. ഒരു സഹായം അങ്ങനത്തെ ചോദിച്ചാൽ ഒരു ചിലപ്പോൾ സഹായിച്ചു മെസ്സേജ്, തരുമായിരിക്കും. അതുകൊണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പിന്നെ ഈ അടുക്കളയിലെ ആ സമയത്ത് ഒരു ഒരു ഈ നമ്മളിപ്പോ ജോലി ചെയ്യുന്നിടത്ത് ചെന്നിട്ട് കറി വെച്ച് കൊടുത്തില്ലെങ്കിൽ ഒന്ന് മുതുക് തിരുമ്മി കൊടുക്കുകയോ കൈ തോളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അവർക്കത് ഭയങ്കര ഒരു തൃപ്തിയാണ്. സന്തോഷമാണ്. അപ്പൊ ഇതൊക്കെയാണെങ്കിലും നമ്മൾക്ക് ഞാനും ചെയ്യുന്നുണ്ടല്ലോ ജോലി, മാറിയിരുന്നാലും ഒറ്റയ്ക്കൊറ്റയ്ക്കും ചിലപ്പോൾ ജോലികളായിരിക്കും നടക്കുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു നമുക്ക് കമ്മ്യൂണിക്കേഷനും ബോഡി ഇത് നമുക്ക് അടുപ്പവും കൂടും. ഈ ചിലപ്പോ ഒരുപക്ഷെ നമ്മുടെ ഈ കൾച്ചറിലെ നമ്മൾ വളർന്നു വന്നപ്പോ ഈ വീട്ടിലെ ജോലി സ്ത്രീ ചെയ്യേണ്ടതാണെന്നൊരു ധാരണ കുറച്ച് പുരുഷന്മാരുടെ തന്നെ മനസ്സിൽ കാണാൻ ചിലപ്പോൾ. കാരണം നമ്മുടെ പേരൻസിനൊക്കെ നോക്കി കഴിയുമ്പോൾ ചില വീടുകളിലൊക്കെ അങ്ങനെയാണല്ലോ. ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഭാര്യയാണ് വീട്ടിൽ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്, വീട്ടിലെ ജോലി മുഴുവൻ ഭാര്യയുടെ ഉത്തരവാദിത്തമാണെന്നൊരു ചിന്ത ചില കുടുംബങ്ങളിൽ തന്നെയും ചിലപ്പോൾ ഉണ്ടാകാം. അത് പൂർണ്ണമായിട്ടും ശരിയല്ലാന്ന് ഇപ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കി വരികയാണ്. കാരണം ഒരു വീട്ടിൽ ജോലിയുണ്ട്, ഒത്തിരിയേറെ ജോലിയുണ്ട്. അപ്പൊ അതിനകത്ത് ഭാര്യ ജോലിക്ക് പുറത്തു പോകുന്നില്ലെങ്കിലും ശരി, വീട്ടിൽ ചെയ്യുന്ന ജോലി വളരെ സമയമെടുക്കുന്നതും അധ്വാനിക്കുന്നതുമായ കാര്യങ്ങളായിരിക്കാം. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ സപ്പോർട്ട് ഉണ്ട് എങ്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, അതിനെക്കുറിച്ചുള്ളൊരു ജ്ഞാനം അല്ലെങ്കിൽ ആ ഒരു അവബോധം, അതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള മനസ്സിനെ മാറ്റാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മൾ ഒരുമിച്ച് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു കാര്യം കൂടെ ഉണ്ടോ ചിലപ്പം ഈ നമ്മുടെ വീട്ടില് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളെങ്കിൽ എനിക്ക് തോന്നുന്ന സഹായം കൂടുതലായിരിക്കും. ഇപ്പൊ പുറത്ത് അമ്മയുണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ചിലപ്പോ വൈഫ് തന്നെ റാണി തന്നെ എന്നോട് പറയും. ഇപ്പൊ ഞാൻ ഇപ്പൊ വീട് എങ്ങനെ തുടച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും അതൊക്കെ അവിടെ ഇട്ട് ആൾക്കാരായിട്ടും വരുന്നിടത്തും പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് അതിന്റെ അങ്ങോട്ട് ഷീൽഡ് ചെയ്യും. അതൊക്കെ നിങ്ങൾ അകത്ത് പോകും, ഉടുപ്പിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്യുന്നത് മോശമാണ്. അപ്പൊ എന്ന് ഇവർക്ക് തന്നെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പെണ്ണുങ്ങൾ ചെയ്യേണ്ട പണിയാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ, പക്ഷെ ആരും കാണാതിരിക്കണം എന്നുള്ള. അതെ, ചിലർ പറയാറുണ്ട് ഇപ്പൊ വീട്ടിൽ ജോലികളിൽ ഭാര്യ എങ്ങാനും പാത്രം കഴുകി സഹായിക്കുകയാണെങ്കിൽ അമ്മായിമ്മ വരാണെങ്കിൽ ഉടനെ മാറിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മയുടെ മുമ്പിൽ ഭാര്യ തന്നെയാണ് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള, അല്ലെങ്കിൽ അമ്മായിമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, എന്റെ മോനെ കൊണ്ട് പണിയെടുപ്പിക്കാന്നൊക്കെ പറഞ്ഞു കളയുന്ന അമ്മായിമ്മമാരൊക്കെ ഉണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ അത് നമ്മുടെ കൾച്ചറിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മൾ ഇങ്ങനെ സ്ത്രീയാണ് ജോലി ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ അതിപ്പോ കുടുംബങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട്. പ്രത്യേകിച്ച് വളരെ രണ്ടുപേരും പുറത്ത് ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഷെയർ ചെയ്തില്ല എങ്കിൽ മുമ്പോട്ട് പോകാത്ത സ്ഥിതിയൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ധാരണ നമുക്ക് തിരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു പുരുഷ മേൽക്കോയ്മ, അതായത് സ്ത്രീയും പുരുഷനും അത്ര ഒരു മിനിറ്റ് ആരമനെ ഞാനൊരു മീറ്റിംഗിലാണ് മനസ്സിൽ, പിന്നെ മതിയോ? ഓക്കെ, ഫൈൻ. ശരി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ചിലപ്പോൾ ചില വീടുകളിൽ പുരുഷന്മാരുടെ മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കാനായിട്ട് അങ്ങനെ അവർ ഇച്ചിരി ഒരു ഉയർന്നവരാണ്, വീട്ടുജോലി ചെയ്യുമ്പോൾ ചെറുതായി പോകുന്നു എന്നൊരു ധാരണ ഉണ്ടാകുന്ന അത് ഒരു പക്ഷേ നമുക്ക് ഈ ജോലി ചെയ്യാനായിട്ട് ഒരു തടസ്സമായിട്ട് മാറാം. പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം, ഈ ശരിക്കും വീടുകളിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്, നമുക്കറിയാം ഭർത്താവ് ജോലിക്ക് ബ്രെഡ് വിന്നർ, ഭാര്യ ഹോം മേക്കർ. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ധാരണ അനുസരിച്ചിട്ട് ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ വീട്ടിൽ വിശ്രമിക്കേണ്ട ആളാണ്, അയാൾ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടല്ലേ വരുന്നത് എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ജോലി 50-50 ആവുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ. അതായത് ഭാര്യയും ഭർത്താവും ചെയ്യുന്ന കാര്യം 50% ഭർത്താവ് 50% ഭാര്യയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് അത്ര ഗുണകരമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഓരോരുത്തരുടെ അഭിരുചി, അവരുടെ സമയത്തിന്റെ അവൈലബിലിറ്റി, അവരുടെ എഫർട്ടിന്റെ എമൗണ്ട് ഓഫ് എഫർട്ട് നീഡ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ 70-30 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ 70% വീട്ടുകാരും ചിലപ്പോൾ ഭാര്യ ആയിരിക്കും ചെയ്യുന്നത്, 30% ആയിരിക്കും ചിലപ്പോൾ ഭർത്താവ് ചെയ്യുന്നത്. പക്ഷെ അത് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ നമുക്കുണ്ട് എങ്കിൽ വളരെ മനോഹരമായിട്ട് ഒരു കുടുംബം നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ ഒരുമിച്ച് ജോലി ചെയ്യാൻ മടിക്കുന്നതിന് കാരണം? വേറെ എന്തെങ്കിലും? പിന്നെ ചിലർ പൊതുവെ അലസന്മാരാണ്, മടിയന്മാരുണ്ട്. അതുപോലെ ചില ഭർത്താക്കന്മാർ ചിന്തിക്കാറുണ്ട് ഭാര്യയെ ഞാൻ സഹായിച്ചു കൊടുത്താൽ പിന്നെ അത് പതിവാക്കുന്നു, അത് സഹായിക്കാതിരിക്കുന്നത് നല്ലത്, പിന്നെ അത് ശീലാക്കുകയും പിന്നെ അവള് മടിയാവും.
അങ്ങനെ മടി, അല്ലെങ്കിൽ തന്നെ ഇച്ചിരി മടിയുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ചിലർക്ക് ഇച്ചിരി മടി കാണുമായിരിക്കും കേട്ടോ. എന്നാലും മടി ഉണ്ടെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം വർദ്ധിക്കുമ്പോൾ ആ മടിയെ മാറ്റാനുള്ള ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ചെലുത്താൻ പറ്റും. അതാണ് അതിന്റെ ഗുണം. അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ചെയ്യും, ഒരു കടമ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വലിയ ശിക്ഷ പോലെ ഇതൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ഒരു രസം ഉണ്ടാവില്ല, ബന്ധങ്ങൾക്കൊരു ഊഷ്മളത ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം ഇതാണ്. നിങ്ങളുടെ വീട്ടില് ഒരുമിച്ച് ചില ജോലികൾ തന്നെയെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്താമെന്നുള്ളത്. അത് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ ഇനി ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോ എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതായത് നമ്മളൊരു വീട്ടില് പല ജോലികൾ ചെയ്യാനുണ്ട്. പല ജോലികൾ ചെയ്യാനുള്ളപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ട കാര്യം, ഇവിടെ നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ, ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. തുറന്നൊരു സംസാരമാണ് ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത്. ഇപ്പൊ നമുക്ക് വീട് ജോലികളിൽ സഹായിക്കാൻ കഴിയുന്ന മേഖലകൾ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, അത് തുറന്ന് സംസാരിക്കാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്ത് ക്ഷീണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് തുറന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥ. അത് തുറന്ന് പറയാൻ കഴിയുമെങ്കിൽ ഭർത്താവ് ഒരു ലിസണിങ് പാർട്ട്ണർ ആയിരിക്കണം, എന്നാലും അത് ഭാര്യയ്ക്ക് തുറന്ന് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ചില ഭാര്യമാർ വിചാരിക്കും അത് കണ്ട് മനസ്സിലാക്കി വരട്ടെ എന്ന്. അതാണല്ലോ സ്നേഹം, ഞാൻ പറഞ്ഞത് ചെയ്യുന്നതല്ലല്ലോ. അങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല, അത് കമ്മ്യൂണിക്കേഷൻ എററാണ്, അത് നമ്മൾ റോങ് എക്സ്പെക്ടേഷനിലാണ്. മറിച്ച് നമുക്ക് തുറന്ന് സംസാരിക്കാം. ചേട്ടനും കൂടി എന്നെ ഈ ജോലിയിൽ സഹായിക്കായിരുന്നെങ്കിൽ നമുക്ക് അത് കഴിയുമ്പോൾ കുറച്ച് ഒരുമിച്ച് സമയം കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് ചെലവഴിക്കാം എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം, അതാണ് നമുക്ക് ആദ്യം വേണ്ട കാര്യം. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവസ്ഥ നമ്മുടെ വീട്ടിൽ വേണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടു ജോലികൾ എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും ലിസ്റ്റ് ചെയ്യണം. വീട്ടിൽ എന്തെല്ലാം ജോലികളുണ്ടെന്ന് ലിസ്റ്റ് ചെയ്യണം. ആ ജോലികൾ നമ്മുടെ അഭിരുചി അനുസരിച്ചിട്ട്, നമ്മുടെ എനർജി അനുസരിച്ചിട്ട്, നമ്മുടെ ടൈമിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഒരു ധാരണയിൽ ക്രിയേറ്റ് ചെയ്യണം, ഒരു ധാരണ വേണം നമുക്ക്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ ഈ വീട്ടു ജോലികൾ നമ്മുടെ ഇടയിൽ ഡിവൈഡ് ചെയ്യണം. ആര് എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരാൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴുകി വയ്ക്കും, അല്ലെങ്കിൽ എന്താ പറയുക, കറിക്ക് അരിഞ്ഞു തരും. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് രണ്ട് കൂട്ടരുടെ ഇടയിൽ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം കൂടുതൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇപ്പം നമ്മളിത് ഈ പറഞ്ഞ രീതിയിൽ ഇതൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുന്നു, പക്ഷെ ഫ്ലെക്സിബിലിറ്റി വേണം. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ ഭർത്താവാണ് പാത്രം കഴുകാനായിട്ടേക്കുന്നത്, പക്ഷെ ഭാര്യ കുക്ക് ചെയ്തു, ഭർത്താവ് പാത്രം കഴുകാൻ ഇട്ടു. പക്ഷെ ഭർത്താവിന് എന്തോ അസൗകര്യം വന്നു, അത് കഴുകാൻ പറ്റിയില്ല. അപ്പൊ ഭാര്യ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് കഴുകിക്കട്ടെ അല്ലെ? അങ്ങനത്തെ ഒരു റിജിഡ് ക്യാരക്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബന്ധം വഷളാവും. മറിച്ച് ഇതിനകത്ത് കുറച്ച് ഫ്ലെക്സിബിലിറ്റി നമുക്ക് വേണം. നമ്മൾ ജോലി എന്താ പറയാ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ വെയിറ്റ് ചെയ്യുന്നവരല്ല, അത് ചെയ്ത് തീർക്കാൻ വേണ്ടി. ഇനി സ്ഥിരമായിട്ട് അയാൾ ചെയ്യുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം അതിന്റെ പുറകിലുണ്ടാവും. ആ കാരണം എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. സ്ഥിരമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വാശി കൊണ്ടോ അല്ലെങ്കിൽ മോട്ടിവേഷൻ കുറവുകൊണ്ടോ ഒക്കെ അങ്ങനെ സംഭവിക്കാം. അതല്ല എങ്കിൽ ഫ്ലെക്സിബിലിറ്റി കീപ്പ് ചെയ്യണം. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, ചിലപ്പോൾ വിട്ടുമൊക്കെ പോവാം, അതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ടേക്കപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ്, അതിന് ഏറ്റവും നന്നായി ചെയ്യുന്ന കാര്യമില്ലല്ലോ. ഈ ഒരേ ജോലി തന്നെ ഒരേ ആള് സ്ഥിരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ മാറി മാറി ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആഴ്ചയിൽ 5 ദിവസമാണ് ഭർത്താവ് ജോലിക്ക് പോകുന്നത്. 5 ദിവസവും ഭർത്താവ് ഭാര്യ വീട്ടിൽ കുക്കിങ്ങിന് ലീഡർഷിപ്പ് എടുക്കാനാണ്. പക്ഷെ 6ാമത്തെ ദിവസം ഭർത്താവ് ലീഡർഷിപ്പ് എടുക്കും, എന്നിട്ട് ഭാര്യ സഹായിക്കുന്നു. സോ യു ചേഞ്ച് ദ റോൾ. അല്ലെങ്കിൽ ഇപ്പൊ ക്ലീനിങ്ങിന്റെ കാര്യമാണെങ്കിലും ശരി, അങ്ങനെ റോൾ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി വരും. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക, നിങ്ങളുടെ ബന്ധത്തെ വളർത്തുന്ന രീതിയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാമെന്ന് എനിക്ക് തോന്നിയത്, നമ്മൾ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യും. എന്താ കൗണ്ട് ചെയ്യുന്നത്? ഞാൻ അത്രയും ചെയ്തില്ലേ, നീ ഇത്രയല്ലേ ചെയ്തോളൂ, ഇങ്ങനെ കൗണ്ട് ചെയ്യും.
കൗണ്ടിങ് നല്ലൊരു കാര്യമല്ല. കാരണം അങ്ങനെ വരുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് മാറും, അൺഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് മാറും. പിന്നെ ഓരോരുത്തർ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ തോൽപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ്. ഇപ്പൊ ചിലർക്ക് വേഗത കൂടുതലായിരിക്കും, ചിലർക്ക് വേഗത കുറവായിരിക്കും. പക്ഷെ അപ്പോൾ അവർ ചെയ്ത ചിലപ്പോൾ കാര്യം കൂടുതലായിരിക്കാം. അപ്പൊ അങ്ങനെ കൂടുതലുള്ളതിനൊക്കെ വലിയ കാര്യമായിട്ട് പറയുകയും മറ്റേ ആളെ ചെറുതാക്കി കളയുകയും ചെയ്യുന്ന ഒരു അനുഭവം. അപ്പൊ അവോയ്ഡ് കൗണ്ടിങ്, എണ്ണം സൂക്ഷിക്കുന്നത്, സ്കോർ സൂക്ഷിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. അതൊരു പ്രധാനമായ കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം നമുക്കറിയാലോ, ഇപ്പോൾ ഒരുമിച്ച് നേരത്തെ ആരോ പറഞ്ഞ മാതിരി കുക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ സ്റ്റൈല് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ക്ലീനിങ്ങിൽ തന്നെ ചിലപ്പോൾ ഭാര്യയുടെ അത്രയും സ്റ്റൈലായിരിക്കില്ല ഭർത്താവിന്റെ സ്റ്റൈല്. ചിലപ്പോൾ ഒരാൾക്ക് നല്ല വേഗത്തിൽ പിടിപിടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്ട് വേണം. സ്റ്റൈല് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്താൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ജോലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ആളെ നമ്മുടെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞ മാതിരി ആപ്പിളിനെ ഓറഞ്ചാക്കാൻ ശ്രമിക്കണം. അപ്പൊ സമ്മർദ്ദം കൂടും കേട്ടോ. ഇപ്പൊ അടുക്കളയിൽ ഭർത്താവിന് വേഗതയുണ്ട് കുക്ക് ചെയ്യുന്നതിന്, ഭാര്യയ്ക്ക് വേഗത കുറവാന്ന് കരുതുക. ഭർത്താവ് കുക്ക് ചെയ്യുന്ന ദിവസം എന്ത് സംഭവിക്കും? ഒച്ചപ്പാട് വേളായിരിക്കും. കാരണം എന്താ, കുക്ക് ചെയ്തിട്ട് സാധനങ്ങൾ അതാ സമയത്ത് കിട്ടണ്ടേ, ഇത് അരിഞ്ഞ് വരുമ്പോൾ സമയം എടുക്കണം. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ സ്റ്റൈൽ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് മ്യൂച്വൽ റെസ്പെക്ട് നമുക്ക് വേണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരുമിച്ച് നമ്മൾ വീട്ടിൽ ജോലികൾ ചെയ്യുന്നില്ല, അതൊരു ഫണ്ണാക്കി മാറ്റുന്നു. ഫണ്ണ് പറഞ്ഞാൽ എന്താ, ഒരു ഫലിതം ആഡ് ചെയ്യണം. അതിനകത്തൊരു സന്തോഷം വേണമെന്ന്. അതെങ്ങനെ ആക്കാൻ പറ്റും? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുന്നത്, ഇപ്പൊ വീട്ടിൽ ജോലി ചെയ്യാം. വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ഒരു മത്സരം വെക്കാണ്. ചെറിയൊരു മത്സരം. എന്താണ് മത്സരം പറയുമ്പോൾ, ഇത്ര സ്ക്വയർ ഫീറ്റ് ഈ മുറി ആദ്യം ഞാൻ ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലൊരു ആദ്യം ഞാൻ ചെയ്യും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു മത്സര ബുദ്ധിയോടുകൂടെ, ഐ മീൻ ഒരു ഫലിതത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. പിള്ളേരെ ഉൾപ്പെടുത്തി ചെയ്യാം. അപ്പൊ എപ്പോഴും ഫലിതം അല്ലെങ്കിൽ സന്തോഷം നമ്മൾ ഇതിനോട് ആഡ് ചെയ്യണം. അല്ലാണ്ട് വളരെ ഗൗരവത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലോ, രണ്ടുപേരും മുഖം വീർപ്പിച്ച് വളരെ എന്താ പറയുക ഗൗരവത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ വല്ല ഗുണം ഉണ്ടാവും? ഒരു ഗുണം ഉണ്ടാവില്ല. മാത്രമല്ല ഇത് കഴിഞ്ഞ് മടി ഉണ്ടാവാൻ സാധ്യത. ഓക്കെ, ഇതാണ് എനിക്ക് തോന്നിയത് ഒരു നന്നായിട്ട് വീട്ടു ജോലികളിൽ പരസ്പരം സഹായിച്ച് ബന്ധത്തെ വളർത്തുന്ന വിധത്തിൽ ചെയ്യാനുള്ള കാര്യം. ഒന്ന്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. 2, ഡിവിഷൻ ഓഫ് ലേബർ. 3, ഫ്ലെക്സിബിലിറ്റി. 4, സ്കോർ കീപ്പിംഗ് അവോയ്ഡ് ചെയ്യുന്നത്. 5, റെസ്പെക്ടിങ് ഡിഫറെന്റ് സ്റ്റൈൽ. 6, ആഡിങ് ജോയ് ടു ദ വർക്ക്. ഇനി അവസാനമായിട്ടൊരു കാര്യമുണ്ട്, എൻകറേജ് ആൻഡ് അപ്രീഷിയേറ്റ്. ഇപ്പൊ ചെറിയ കാര്യമാണ് ചെയ്യുന്നതെങ്കിലും ശരി, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടല്ലേ. അത്രയല്ലേ ചെയ്തോളൂ എന്ന് പറയുന്നതിന് പകരമായിട്ട് അത്രയും ചെയ്തല്ലോ, അഭിനന്ദനം. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു, എനിക്ക് വലിയ സപ്പോർട്ടായിട്ട് തോന്നി. ഐ എം സോ ഹാപ്പി. ചേട്ടൻ എന്നെ സഹായിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അല്ലെങ്കിൽ നീ എന്നെ സഹായിച്ചത്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഗാർഡനിങ് ഭർത്താവിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ ഭാര്യ അതിന് വെള്ളം ഒഴിച്ചു, അതൊക്കെ അപ്പോൾ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം. നീ അത് ചെയ്ത് എനിക്ക് വളരെ സന്തോഷം തോന്നി, നീ അത് കെയർ ചെയ്തല്ലോ, ഐ എം സോ ഹാപ്പി. അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു സ്വർഗതുല്യമാണ്. എന്ത് തോന്നണം? ശരിയാണ്. അല്ലേ? വളരെ വളരെ സിമ്പിളായ കാര്യമല്ലേ ഇത്? വീട്ടില് സിമ്പിൾ അല്ലേ? പിന്നെ ചിലപ്പോ ചിലർക്കും ധാരണയുണ്ടാവും, അതായത് ഈ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ഒരു വില പോയാവല്ലോ, വില പോകുന്നില്ല. വില പോവാതിരിക്കാനാണ് ചിലർ ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ ഭാര്യ ജോലി ചെയ്യുമ്പോൾ ഭർത്താവ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വിലയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ വില സ്ഥാപിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ സ്ഥാപിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ബന്ധം ചോറൊക്കെ വഷളാവാനേ സാധിക്കും. നമുക്ക് നല്ലൊരു കൂട്ട് വേണ്ടേ വിവാഹത്തില്? ഒരു നല്ല സൗഹൃദം വേണ്ടേ? വെറുതെ സ്നേഹം മാത്രമല്ലല്ലോ കുടുംബം എന്ന് പറയുന്നത്, ഒരു സൗഹൃദമല്ലേ? അപ്പോൾ ഒരു കൂട്ടുകാരെ പോലെ നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ചേക്കെ. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളത്.
ഇഫ് യു ഹാവ് സംതിങ് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ കേട്ടോ. ഭാര്യയും ഭർത്താവും പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ, വീട്ടുജോലികൾ ഷെയർ ചെയ്യുമ്പോൾ, പണ്ട് കാലത്ത് ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്തമാണ് കുടുംബം എന്നത്. ഭർത്താവ് ജോലി ചെയ്ത് പണം കൊണ്ടുവരും, പക്ഷെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഭാര്യയുടെ തലയിലായിരുന്നു. പക്ഷെ അതെ ഷെയർ ചെയ്ത് ജോലികൾ ഡിവൈഡ് ചെയ്തൊക്കെ ചെയ്യുന്ന സമയത്ത് ഭർത്താവും കൂടി കുടുംബത്തിന്റെ എല്ലാ മേഖലയിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. എ അതെ ടു സെഡ് കാര്യങ്ങൾ ഭർത്താവും കൂടി അറിയുകയാണ്. അപ്പോൾ ഒരു കുടുംബം നല്ല രീതിയിൽ മക്കളുടെ കാര്യമാണെങ്കിലും കുടുംബത്തിലെ അച്ഛനമ്മമാരുടെ കാര്യമാണെങ്കിലും എല്ലാനും ഭർത്താവും ഭാര്യയും ഒന്നിച്ചറിയുകയും അവരതിനെ നേരിടാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. അതെ 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 തീർച്ചയായിട്ടും പരസ്പരം അറിവ് കൂടും, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വർദ്ധിക്കും. അതെ. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ വീട്ടിൽ അമ്മായിമ്മയും അമ്മായിപ്പനൊക്കെ ഉണ്ടെങ്കിൽ അവർ സമ്മതിച്ചോ? അവര് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അമ്മായിമ്മ വരുമ്പോഴേക്കും നിങ്ങൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മാറരുത്, അവിടെ നിന്ന് തന്നെ കഴുകണം. ആദ്യത്തെ ദിവസം അമ്മായിമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരും, ചിലപ്പോൾ പറഞ്ഞൊന്നും വരും, പക്ഷെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത്, വീണ്ടും അവിടെ നിന്ന് തന്നെ കഴുകണം. ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ അമ്മായിമ്മ അത് മനസ്സിലാക്കി പോകും. അത്രേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യണമെന്ന്, അല്ലാതെ അതിന് പേടി ജീവിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം വളരില്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റൊന്നുമില്ല, ന്യായമായ കാര്യമല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകളിലൊക്കെ അലക്കുന്നത് പോലും ഭർത്താവിന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് അവരത് ചെയ്യുന്നത്. ഭാര്യയുടെ ഡ്രസ്സ് പോലെ അലക്കി കൊടുക്കുന്ന ഭർത്താവിനെ എനിക്കറിയാം. അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് ഇപ്പൊ നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടിൽ വന്ന ഗസ്റ്റ് എന്ത് വിചാരിക്കും, അതൊന്നും അവർക്ക് പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന അനാവശ്യമായിട്ടുള്ള ഭയമൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ വീട്ടിലാണെങ്കിലും ശരി, ഇൻലോസ് ഒക്കെ ആ രീതിയിൽ അവർ ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റൈൽ ഇതാണെന്ന് നിങ്ങൾ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ചക്ക് നിൽക്കുള്ളൂ, അത് കഴിയുമ്പോൾ ശരിയായിക്കോളും. അതാണ് അതിനുള്ളൊരു മാർഗം. ഓക്കെ, വേറെ എന്തെങ്കിലും? ഡോണാണ്. ഡോൺ. ഞങ്ങൾ അച്ഛൻ ഈ മക്കളുടെ കാര്യം പറഞ്ഞത് കറക്റ്റാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ നമ്മള് ഇപ്പോൾ വൈഫ് ഇവിടെ മുറ്റം വൃത്തിയാക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അതിനൊന്ന് ഹെൽപ്പ് ചെയ്യണം, കൂടെ കൂടണം എന്ന് തോന്നിയിട്ട് ഞാനും ചൂലെടുത്തിട്ട് ഇതേപോലെ വേറൊരു സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങി. സാധാരണഗതിയിൽ ഞങ്ങളുടെ മക്കള് പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും തലയിടാണ്ട് മാറി നിൽക്കുന്ന പിള്ളേരാണ്. 2 കുട്ടികളാണ് ഞങ്ങൾക്ക്. അപ്പൊ അതില് ഇത് കണ്ടപ്പോ മൂത്ത ആള് ഇറങ്ങി വന്നിട്ട് ഒന്നും പറഞ്ഞില്ല, ആളവിടെ അകത്ത് പോയി ചൂലെടുത്തുകൊണ്ട് വന്നു, ആള് വേറെ സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങി. ഇത് കണ്ടിട്ടാണ് ഏറ്റവും ഇളയ ആള് 4ാം ക്ലാസ്സിൽ പഠിക്കണുള്ളൂ, ആള് ഇതേപോലെ പോയി ചൂലെടുത്തുകൊണ്ട് വന്ന് ആളും അടിച്ചു തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി. കാരണം നമ്മളൊന്നും പറഞ്ഞാ വരെ ചെയ്യാത്ത ആൾക്കാര് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുകയാണെന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും അഭിമാനവും തോന്നുന്നു. കറക്റ്റ് ആയിട്ടുള്ള അതായത് വീട്ടുജോലികൾ വളരെ നല്ലതാണെന്നും അത് ചെയ്യുന്നത് ഒരു ഡിഗ്നിറ്റി ആണെന്നും അവർക്ക് മനസ്സിലാകുന്നു. അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഇതെന്തോ എന്താ പറയുക, ഒരു പണിയില്ലാത്തവർക്കുള്ള പണിയാണെന്നാണ് ചില മക്കളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ മെസ്സേജ് അവിടെ മാറി. വെരി ഗുഡ്, കൊള്ളാം. ഉണ്ടായിരുന്നു ഓരോ നല്ല നല്ല അനുഭവങ്ങളാണ് നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കി മാറ്റുന്നത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ കേട്ടോ, നല്ലതല്ലേ, എല്ലാവർക്കും ഒരു ഇൻസൈറ്റ് അല്ലേ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാ, എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ സഹായിക്കുമ്പോ ഇപ്പൊ ഇവിടെ വിളിച്ചു ചോദിക്കാതെ എന്തെങ്കിലും സാധനം മേടിക്കാൻ പറ്റും. മനസ്സിലാണോ? ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ വേണ്ടത് ലിസ്റ്റ് ഇട്ടാൻ പറയും. മിക്കവാറും സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ കുറെ സാധനങ്ങൾ കാരണം ഇവിടെ ഇല്ലാത്ത എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും ചില കാര്യങ്ങളെ. ഞാൻ അങ്ങനെ ചെന്ന് നമ്മള് എടുത്തുകൊണ്ട് വരും. അപ്പൊ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ആദ്യം അങ്ങനെയല്ല, ചെന്ന് ലിസ്റ്റ് ചോദിക്കണം, എന്തൊക്കെ വേണം, മേടിക്കണം ചോദിക്കണം. അപ്പൊ അങ്ങനെയില്ല, എന്തായാലും ഇല്ലാത്ത സാധനങ്ങൾ അറിയാൻ പറ്റുമെന്നുള്ള ചിന്തയാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഈ ചിലപ്പോൾ ഭർത്താക്കന്മാർ വീട്ടിൽ ജോലികളിൽ സഹായിക്കുന്നില്ല, ഇപ്പൊ അടുക്കളയിൽ സഹായിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ പരാതി വരും. കഴിഞ്ഞ ആഴ്ച മേടിച്ചോളൂല്ലോ, ഇഷ്ടപ്പെട്ടത് തീർന്നു കഴിഞ്ഞു, ഇവിടെ എന്തിട്ട് പരിപാടി എന്നൊക്കെ പറഞ്ഞോളൂ അല്ലേ. അപ്പൊ ഇത് ഇങ്ങനെയാണ് എങ്കിൽ അതും ഒരു കാര്യമില്ല, അതൊക്കെ അറിയാൻ പറ്റും. ദാറ്റ് ഈസ് ഗുഡ്.
വെരി ഗുഡ്, കൊള്ളാം. എന്തുകൊണ്ടും അടുക്കളയിലല്ലാത്ത വീട്ടു ജോലികളിൽ പരസ്പരം സഹായിക്കുന്നത് കുടുംബജീവിതം മനോഹരമാക്കാൻ സുന്ദരമായി ദൈവം തന്നിരിക്കുന്ന ഒരു പ്രയോഗമാണ്, ഒരു ടൂളാണ്. നമുക്ക് ഈ മാസം അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ പ്രത്യേകമായിട്ട് ഓൾറെഡി ചിലർ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഇനി മറ്റുള്ളവർക്കും കൂടി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു മാസം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു ചേഞ്ച് സൃഷ്ടിക്കാം. അതാണ് നമ്മുടെ ഇതവരുടെ ഹോംവർക്ക്. വീട്ടിലെ ഏതെങ്കിലും ജോലികളിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ ഇനിയും സാധിക്കുന്നതുണ്ടെങ്കിൽ ഷെയർ ഇറ്റ് ആൻഡ് സെലിബ്രേറ്റ് യുവർ ലൈഫ്. ഓക്കെ, ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം. താങ്ക് യു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയെ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കുടുംബജീവിതം കൂടുതൽ മനോഹരമാക്കുവാൻ കർത്താവെ അങ്ങയുടെ ഉൾക്കാഴ്ച സ്വീകരിക്കാനും ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് കുടുംബത്തെ സ്ഥാപിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ച് വിവാഹത്തോടെ അവരെ ഒന്നാക്കി. അത് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും കഴിയുന്ന ധാരാളം കുടുംബങ്ങൾ ഉണ്ടാവാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. പരസ്പരം പ്രണയിക്കുന്ന, സൗഹൃദത്തിൽ ജീവിക്കുന്ന, ഊഷ്മളമായ ബന്ധമുള്ള കുടുംബങ്ങൾ ഉണ്ടാകാൻ ഞങ്ങളുടെ പരിശ്രമത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദമ്പതികളെയും നീ ആശീർവദിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ കർത്താവെ പരസ്പര സ്നേഹത്തിൽ നീ അഭിവൃദ്ധിപ്പെടാനായിട്ട് അനുഗ്രഹിക്കണമേ. വളരെ പ്രത്യേകമായിട്ട് വീട്ടു ജോലികളിൽ പരസ്പരം സഹായിക്കുന്ന നല്ലൊരു മനസ്സ്, അത് വളരെ ഭംഗിയായി ചെയ്യാനുള്ള കൃപ ഈ ദമ്പതികൾക്ക് എല്ലാവർക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിയായിരിക്കട്ടെ. ശിംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫാദർ.